ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 ദി ഹാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് കാടിനുള്ളിൽ പോയി ആ ഒരു റിസർച്ച് നടത്തണം. അതിനുവേണ്ടി ഒരു കുടുംബം കാടിനുള്ളിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ ഡിഫറൻ്റ് ആണ്. അതെന്താണെന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ വൺ ലൈൻ. ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന ഒരു മൂവിയാണ്. ഈ IMDb റേറ്റിംഗ്, ലോജിക്ക് ഇതൊന്നും നോക്കാതെ ലോകത്തുള്ള പലതരം ഡിഫറൻ്റ് ആയിട്ടുള്ള മൂവീസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഈ ഒരു മൂവി മിസ് ചെയ്യരുത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മറക്കാതെ ഒരു ലൈക്ക് അടിച്ചേക്കുക എന്നുള്ളത് മാത്രമാണ്. അതിലൂടെ മാത്രമേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയും അവന്റെ ഫാമിലിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ഒരു എക്കോളജിസ്റ്റ് ആണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു കാടിനകത്തെ മരങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഏതൊക്കെ മരങ്ങൾ സംരക്ഷിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാടിനുള്ളിൽ പോയിട്ട് കണ്ടുപിടിക്കുക. ഇതാണ് ഹീറോയുടെ ജോലി. ഇപ്പൊ കാണിക്കുമ്പോഴായാലും നമ്മുടെ ഹീറോ അയർലൻഡിലേക്ക് വന്നിട്ട് അവിടെ കുറച്ച് നാൾ താമസിച്ച് ആ ഒരു സ്ഥലത്ത് ഏതൊക്കെ മരങ്ങൾ വെട്ടാൻ കൊള്ളാം, ഏതൊക്കെ മരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ താമസിച്ച് ആ ഒരു മരങ്ങളുടെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കാണ്. അതുപോലെ നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ കാടിനകത്തുള്ള വീടുകളിൽ വേണം താമസിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാടിനുള്ളിൽ ചുറ്റി നടന്ന് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഹീറോയെ ഇവിടെ അയച്ചേക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇപ്പൊ കാണിക്കുമ്പോഴായാലും നമ്മുടെ ഹീറോ ഈ ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നിട്ട് വീട്ടിലിരിക്കാതെ അപ്പൊ തന്നെ മരങ്ങൾ ഇതേപോലെ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അതുപോലെ തന്റെ കുഞ്ഞിനെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഇവർ താമസിക്കാൻ പോകുന്ന ആ ഒരു വീടിന്റെ ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നു. അതുമല്ല, ഇവർ താമസിക്കുന്ന ഒരു വീട് കാടിനകത്തായതുകൊണ്ട് തന്നെ നല്ല ശാന്തത, മനോഹരമായിട്ടുള്ള സ്ഥലങ്ങള്, അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുള്ള ഒരു ജീവിതമായിരിക്കും. ഇതുപോലെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് മാത്രം, അല്ലാതുള്ളവർക്ക് ഒരിക്കലും അത് ശരിയാവത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ആയാലും ഓരോ മരങ്ങളായിട്ട് ഇങ്ങനെ പരിശോധിക്കുന്നു. ഇതിലേതൊക്കെ നല്ലതാണ്, ഏതൊക്കെ വെട്ടാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ അതിലൊരു മരത്തിൽ മാത്രം ജെല്ലി പോലെ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട്. അതിന്റെ കറയാണോ ഇനി വേറെ എന്തെങ്കിലാണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇതിൽ പറ്റിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഹീറോ അതിൽ കുറച്ച് ഭാഗം എടുത്ത് കയ്യിൽ വെച്ചേക്കും. കാരണം അത് വീട്ടിൽ ചെന്നിട്ട് റിസർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്താണ് ഹീറോയുടെ നായ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഹീറോ പറയുന്നത് പോലും കേൾക്കാതെ ഈ ഒരു കാടിനകത്തേക്ക് നോക്കി കുരച്ച് അത് ഉള്ളിലേക്ക് തന്നെ ഓടിപ്പോകുന്നു. അങ്ങനെ ഹീറോ ആയാലും ഹേയ് എവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു നായയുടെ പുറകെ തന്നെ പോവാണ്. കാരണം ഈ ഒരു സ്ഥലത്ത് ഇവർ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് വഴിയൊന്നും നല്ലതുപോലെ അറിയത്തില്ല. അങ്ങനെ ആ ഒരു നായയുടെ കൂടെ പോകുമ്പോഴത്തേക്കും കാണുന്നത് നമ്മൾ പേടിക്കുന്നത് എന്താണെന്നറിയോ, അവന്റെ കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത്. അത് ചെറിയ കുഞ്ഞ്, പക്ഷെ അവരാണെങ്കിൽ ഒരു കാടെല്ലാം നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവന് വലിയ പേടിയൊന്നുമില്ല. അങ്ങനെ ഹീറോ ആയാലും പുറകെ തന്നെ നടന്നു പോകുന്നുണ്ട്. കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ഒരു നായ ഒരു പഴയ വീടുണ്ട്, അതും പണി പൂർത്തിയാവാത്തൊരു വീട്, അതിനുള്ളിലേക്ക് ഒരു നായ ഓടി കയറുന്നതും ഹീറോ ആയാലും പുറകെ ചെന്നിട്ട് ഇതെന്തു പറ്റി, പണി പാതിയിൽ നിർത്തിയിട്ട് പോയേക്കുന്ന ഒരു വീട്, ഓക്കെ എന്തായാലും കയറി നോക്കാന്ന് പറഞ്ഞിട്ട്. സാധാരണ ഇതുപോലെ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം സിനിമകളിൽ എന്തായാലും ആരും അകത്തേക്ക് പോവാതിരിക്കത്തില്ല. ഞാനൊക്കെ ആണെങ്കിൽ അപ്പോഴേ വന്ന വഴി പെട്ടി എടുത്തിട്ട് പോയേനെ. അങ്ങനെ ഹീറോ ആയാലും പതി ആ ഒരു വീടിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ആകെ കേടായി കിടക്കുന്നു. അതുമല്ല, ആ ഒരു വീടിന്റെ ചുമര് ഭാഗത്ത് ഒരു മാനുണ്ടല്ലോ, അതിനെ കൊന്ന് ആ ഒരു ചുമരിനോട് തന്നെ ചേർന്നിങ്ങനെ ഇരിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ ഒരു മാൻ ഇതിനകത്തേക്ക് വന്നത്, ഈ ചുമരിൽ പറ്റിയത് എന്നുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെ അടുത്തേക്ക് ചെന്ന് അത് എന്താണെന്ന് തൊട്ട് നോക്കുമ്പോൾ ആ ഒരു മരത്തിൽ ജെല്ലി പോലെ ഒരു കാര്യം ഹീറോ കണ്ടിരുന്നല്ലോ, അതേ കാര്യമാണ് ഈ ഒരു മാനിന്റെ ചുറ്റുമായിട്ട് ഉള്ളത്. അതുമല്ല, വരുന്ന വഴിക്ക് തന്നെ പലയിടങ്ങളിലായിട്ട് ഈ ഒരു ജെല്ലി കണ്ടു. ഇനിയിപ്പോ എന്തെങ്കിലും ഫംഗസ് ആയിരിക്കോ എന്നുള്ള രീതിയിൽ അതിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ട്യൂബിലേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഈ ഒരു വീടെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഇവരുടെ ജനാല ഭാഗത്ത് മൊത്തം കമ്പികളെല്ലാം വെച്ച് അടച്ചു വെച്ചേക്കാണ്. കാരണം ഈ ഒരു ജനൽ തുറക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ അവൾ വിചാരിക്കുന്നത് എന്താണ്, ഇത്രയും നല്ല വ്യൂ വെളിയിലുണ്ടായിട്ട് ജനൽ അടച്ച് ഇതുപോലെ ചെയ്യുന്ന ആരാണ് എന്ന് വിചാരിച്ചിട്ട് അവൾ ഓരോ കമ്പികളായിട്ട് വലിച്ച് താഴേക്ക് ഇങ്ങനെ ഇടുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് താഴെ ഒരു ട്രക്ക് വരുന്നു. അതിൽ നിന്നും കോളോ എന്ന് പറഞ്ഞിട്ട് പേരുള്ള ഒരുത്തൻ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഹീറോയിനായാലും നേരെ താഴേക്ക് വന്നിട്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇവൻ തന്നെ വീണ്ടും വന്നോന്ന്. അങ്ങനെ ടെൻഷൻ അടിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഇവൻ ഈ ഒരു നാട്ടിൽ തന്നെ ചേർന്നവനാണ്. പക്ഷേ അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹീറോയിനെ കാണാൻ വന്നിട്ട് ഇവരെ എപ്പോഴും വാൺ ചെയ്യും, ഇതുപോലെ ഈ ഒരു കാടിനകത്തേക്ക് പോകരുത്, ഇവിടെ വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ താമസിക്കാനായിട്ട് സേഫ് അല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ താമസിക്കാൻ വരുന്ന ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ടെൻഷനിൽ താഴേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോ ആയാലും കൂടെ ഇല്ല. അവൻ അപ്പോഴായാലും പറയുന്നുണ്ട് നിങ്ങളോട് എത്ര തവണ പറയണം ഈ ഒരു സ്ഥലത്തേക്ക് വരരുതെന്ന്, ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടി എന്താണെന്ന് വെച്ചാൽ ഈ കാട്ടിൽ ഏതൊക്കെ മരങ്ങൾ വെട്ടാം എന്നുള്ള കാര്യം കൂടി തിരക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാട് നശിപ്പിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് തന്നെ ലോക്കലായിട്ടുള്ള ആളുകൾക്കെല്ലാം നല്ല ദേഷ്യം ഉണ്ടാവും. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഹീറോയും പറയുന്നുണ്ട് ഇപ്പൊ എന്റെ ഭർത്താവ് എന്തായാലും ഇവിടെ ഇല്ല, അദ്ദേഹം വന്നിട്ട് നിങ്ങളെ കാണാനായിട്ട് പറയാം എന്ന് പറയുമ്പോൾ കോളോ എന്ന് പറഞ്ഞിട്ട് അയാൾ പറയും ഓക്കെ, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ല, ഒരു കുട്ടിയും കൂടെ ഉണ്ട്, ഓക്കെ എന്തായാലും നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറഞ്ഞ അവൻ ആ ഒരു വണ്ടി എടുത്തിട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്നതും ഹീറോയിൻ നേരെ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ ഹീറോ വീടിന്റെ പുറകു വശത്തോടെ അകത്തേക്ക് കയറിയിട്ട്
ആ കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത്, ഞാൻ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചു, അതെന്തായാലും ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് അവന്റെ ലാബിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു ജെല്ലി പോലത്തെ കാര്യമുണ്ടല്ലോ അത് പെട്ടെന്ന് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ അതെന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിനുള്ളിൽ കാണിക്കുമ്പോൾ അത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അങ്ങനെ മാറുമ്പോഴത്തേക്കും മറ്റൊരു ഭാഗം ഉണ്ടല്ലോ അതും ഇതിനെ പോലെ തന്നെ ആവുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്ന പുതിയൊരു കാര്യമാണ്. അതിനെപ്പറ്റി അവൻ നോക്കുന്ന സമയത്താണ് ഇവിടെ ഹീറോയിൻ ആ കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് ഈ ഒരു സീലിംഗിന്റെ ഭാഗത്ത് നിന്ന് തുള്ളി തുള്ളിയായിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അത് സെയിം ആ ഒരു ജെല്ലി പോലത്തെ കാര്യമാണ്. പക്ഷെ ഇതാണ് സംഭവം എന്ന് ഹീറോയിൻ അറിയത്തില്ലല്ലോ. ഹീറോയിൻ ആയാലും ഈ ഒരു കാര്യം വന്ന് ഹീറോയോട് പറയുന്നുണ്ട്, ഇതുപോലെ ലീക്ക് ഉണ്ട്, അതൊന്ന് ശരിയാക്കണമെന്ന് പറയുമ്പോൾ അതുമല്ല ഇത് വീടിന് മുകളിൽ എന്തെങ്കിലും ശേഖരിച്ചു വെച്ചിട്ട് അതിൽ വെള്ളം നിറഞ്ഞ് താഴേക്ക് വീഴുന്നതായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ ഹീറോ വിചാരിക്കും ഓക്കെ എന്തായാലും പോയി ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ടോർച്ച് എടുത്ത് നേരെ ആ ഒരു മേൽക്കൂരയിലേക്ക് കയറാണ്. അങ്ങനെ ഈ ഒരു വീടിന്റെ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ട് അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കും പലതരം ഫയലുകളുണ്ട്, അതേപോലെ തന്നെ പഴയ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ ഹീറോയുടെ പുറകിലായിട്ട് ഈ ഒരു ജെല്ലി പോലത്തെ കാര്യം ഉണ്ടല്ലോ അതിൽ നിന്നും വേരുകൾ പോലെ എന്തോ പുറത്തേക്ക് വരുന്നത് പോലെ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ഓഫ് അസ് ഉണ്ടല്ലോ ആ ഒരു സീരീസിൽ ആ ഒരു ഫംഗസിനാണ് ഓർമ്മ വരുന്നത്. അതിന്റെ 2ാമത്തെ സീസൺ ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഈ പുറകിലുള്ള കാര്യം കാണുന്നില്ല. അങ്ങനെ അവനായാലും കുറച്ചു നേരം അവിടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ഹീറോയിനോട് പറയും, ദേ നീ പറഞ്ഞതുപോലെ ഞാനൊന്നും കണ്ടില്ല, പിന്നെ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും, പുതിയ വീടല്ലേ, അതെന്തായാലും നമുക്ക് ശരിയാക്കാം, പിന്നെ ഞാൻ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ കണ്ടുപിടിച്ച ആ ഒരു സെല്ലുണ്ടല്ലോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഇതൊരു പാരസൈറ്റ് പോലെയാണ്. ഈ ഒരു ഫംഗസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് മറ്റേതെങ്കിലും ജീവിയുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്ത് ഇത് ആ ഒരു ശരീരത്തിൽ ജീവിക്കാൻ തുടങ്ങും. ഓക്കെ, ഈ ഒരു കാര്യം തന്നെയാണ് ലാസ്റ്റ് ഓഫ് അസിലെ ആ ഒരു ഫംഗസിനുള്ളത്. വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും സംസാരിച്ച് പെട്ടെന്ന് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇവരുടെ കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവരായാലും നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നു എന്ന് വിചാരിച്ച് രണ്ടുപേരും പെട്ടെന്ന് തന്നെ ആ ഒരു റൂമിനകത്തേക്ക് ഓടിച്ചെന്ന് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ആരും കാണുന്നില്ല. പക്ഷെ കുഞ്ഞാണെങ്കിൽ ഇപ്പോഴും നല്ലതുപോലെ കരയുന്നുണ്ട്. അങ്ങനെ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കാണ് അവിടുത്തെ ലൈറ്റ് ഉണ്ടല്ലോ അതെല്ലാം താഴെ വീണ് കിടക്കാണ്. ഇതെങ്ങനെയാണ് താഴെ വീണത് ഹീറോയ്ക്ക് അറിയാൻ കഴിയുന്നില്ല. സത്യത്തിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഈ ഒരു ഫോറിനേഴ്സിനെ പറ്റി ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യം, ഈ ഒരു കുഞ്ഞുങ്ങളെ മാറ്റിക്കിടത്തുന്നത്. അതൊന്ന് പിച്ച വെച്ച് നടക്കുന്നതോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം മുതൽ മാറ്റിക്കിടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമകളിലൊക്കെ കാണിക്കുമ്പോഴത്തേക്കും കൈക്കുഞ്ഞിനെ വരെ ഒരു മാറ്റിയാണ് കിടത്തുന്നത്. എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വന്ന് കടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെങ്ങനെ അറിയും? അതാണ് ഈ മിക്ക സിനിമകളിലും ഈ ഒരു കുഞ്ഞുങ്ങളുടെ സീനൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെ ഇവരായാലും എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു റൂം മുഴുവനായിട്ട് നോക്കുമ്പോഴത്തേക്കും ജനാല തകർന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വെളിയിൽ നിന്നും ആരോ ഒരാൾ എന്തോ ഒരു കാര്യം എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ കോളം എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനായിരിക്കാം. കാരണം അവനാണല്ലോ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാണുന്നത്. അതുകൊണ്ട് അവൻ തന്നെ ചെയ്തായിരിക്കാന്ന് പറഞ്ഞിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി ഹീറോ പെട്ടെന്ന് പോലീസിനെ വിളിക്കാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് പോലീസും വരുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്ന് അവിടെ എല്ലാം പരിശോധിച്ചിട്ടാണ് പറയുന്നത്, ഇതുവല്ല പക്ഷിയും നിയന്ത്രണമില്ലാതെ വന്ന് ഇടിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ, എന്ത് സാർ പക്ഷിയോ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? അതെന്തായാലും ആ ഒരു കോളം എന്ന് പറഞ്ഞ അവനായിരിക്കും, അവൻ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പോലീസുകാരൻ പറയും, സോറി സാർ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നിങ്ങൾ ഈ ഒരു നാട്ടിലേക്ക് വന്നത് ഇവിടെയുള്ള ആർക്കും ഒട്ടും ഇഷ്ടമല്ല. കാരണം നിങ്ങൾ വന്നതിന് ശേഷം ഈ ഒരു കാട് നശിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നിങ്ങൾ ഗവൺമെന്റ് പറഞ്ഞിട്ടായിരിക്കാം വന്നിട്ടുള്ളത്. പക്ഷേ മറ്റുള്ളവർ വിചാരിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല, നിങ്ങൾ കാരണമാണ് ഈ ഒരു കാട് നശിക്കുന്നതെന്നാണ്. അതുമല്ലാതെ ഈ ഒരു നാട്ടുകാർ വിശ്വസിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു കാടിനുള്ളിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ഹാലോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ക്രിയേച്ചർ ഉണ്ടെന്നും ഈ ഗോബ്ലിൻസ് ഇവരെല്ലാം ഒരുപാടുണ്ടെന്നും ഒരുപാട് നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാടുകളെല്ലാം അവർക്ക് സ്വന്തമായിട്ടുള്ളതാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഹീറോ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. സാർ, വെറുതെ കെട്ടുകഥകൾ പറയാതെ, ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചോ, പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പിന്നെ ഇത് ചെയ്തത് എന്തായാലും കോളമായിരിക്കും. അവൻ എന്നോട് നല്ല ദേഷ്യമുണ്ട്, അവൻ ഇത്തിരി മോശപ്പെട്ട ഒരാളാണെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരൻ പറയും, സാർ, നിങ്ങൾ പറയുന്നത് പോലെ കോളം ഒരു മോശപ്പെട്ട ഒരാളെന്നല്ല, ഒരു 6 മാസങ്ങൾക്ക് മുന്നേ അവന്റെ മകളും ഈ ഒരു കാടിനകത്ത് മിസ്സായി പോവാണ് ചെയ്തത്. ഇതുവരെയും ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ അവളുടെ ഡെഡ് ബോഡിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് കോളം ഈ ഒരു കാടിനുള്ളിലേക്ക് വേറെ ആരും പോയിട്ട് അവർക്കും ഈ ഒരു അവസ്ഥ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരെയും ഇതുപോലെ വാൺ ചെയ്യുന്നത്. അല്ലാതെ അവനൊരു മോശപ്പെട്ട ആളൊന്നുമല്ല എന്നിങ്ങനെ പറയുന്നതും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനെ സംസാരിക്കാണ്, ഇപ്പൊ ആരായിരിക്കും ഈ കാര്യം എടുത്ത് എറിഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഹീറോ പറയും, അതെന്തായാലും കോളം തന്നെ ആയിരിക്കും, പിന്നെ പോലീസിന് വേണ്ടത് തെളിവല്ലേ, അത് ഞാൻ കണ്ടുപിടിക്കും, എന്നിട്ട് ഞാൻ തന്നെ ആ ഒരു തെളിവ് വെച്ച് പോലീസിനെ അവന് പിടിച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ ഒരു തെളിവിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കണമല്ലോ. പെട്ടെന്ന് വെളിയിലേക്ക് വന്ന വീട് ആ ഒരു ജനാല തകർന്നത് ഇതെല്ലാം ഇങ്ങനെ ഫോട്ടോ എടുക്കാണ്. അങ്ങനെ ഓരോ ഫോട്ടോകളായിട്ട് ഈ എടുത്തെടുത്ത അവസാനം ഈ ഒരു കാടിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഫോട്ടോ എടുക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ക്യാമറയിൽ ഒരു ക്രിയേച്ചറിനെ കാണാൻ കഴിയും. ഹീറോ ആയാലും ക്യാമറ എടുത്തിട്ട് അതെന്താണെന്ന് ഞാൻ നോക്കുമ്പോൾ ക്യാമറയിലൊന്നും കാണാൻ കഴിയുന്നില്ല. ഓ, ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം എന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തിരിയുന്നതും അവരുടെ നായ ഉണ്ടല്ലോ, ആ നായ ഈ ഒരു കാടിന്റെ ഒരു ഭാഗത്തേക്ക് നോക്കി അങ്ങനെ കുരയ്ക്കാണ്. സോറി, കാടല്ല, അടുത്തുള്ളൊരു ഷെഡിലേക്ക് നോക്കിയാണ് കുരയ്ക്കുന്നത്. അപ്പോൾ ഹീറോ വിചാരിക്കും, ഓക്കെ, അതിനകത്തായിരിക്കും ആ ഒളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഹീറോ ആയാലും പെട്ടെന്ന് ആ ഒരു ഷെഡിനകത്തേക്ക് കയറി
ഉള്ളിൽ കയറി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആരെയും കാണാനില്ല. ഷടാ, വെറുതെ വന്നല്ലോ, ഇനി ഇതും തോന്നിയതായിരിക്കോ എന്ന് വിചാരിച്ചിട്ട് ഹീറോ പതിയെ ആ ഒരു ഡോർ ഉടച്ച് വെളിയിലേക്ക് പോകുന്നതും ഇപ്പൊ നമുക്ക് കാണിച്ചു തരുമ്പോ ആ ഒരു ഷെഡിനകത്ത് ഏതോ ഒരു ചെറിയ പെൺകുട്ടി കരയുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ അവന്റെ കുഞ്ഞിനെയും കൊണ്ട് സിറ്റിയിലേക്ക് പോവാണ്. കാരണം ഈ ഒരു ജനാല തകർന്നു, അത് മാറ്റണം, പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് സിറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ ഒരു വീട് ക്ലീൻ ചെയ്യുന്നു. അവൾക്ക് കൂട്ടായിട്ടാണെങ്കിൽ ആ ഒരു നായയുണ്ട്. അങ്ങനെ റൂം ക്ലീൻ ചെയ്ത സമയത്താണ് ആ ഒരു കുഞ്ഞ് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ആ ഒരു ജെല്ലി പോലെ എന്തോ ഒരു കാര്യവും അതുപോലെ തന്നെ അതിനകത്ത് അഴുകിപ്പോയ വേറൊരു കാര്യമുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ഹീറോയിൻ വിചാരിക്കും ചിലപ്പോൾ ഇതായിരിക്കും ഈ ഒരു ജനാല തകർത്ത് ഉള്ളിലേക്ക് വന്ന് വീണത് എന്നും വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ നായ വീണ്ടും ആ ഒരു കാട്ടിലേക്ക് ഇറങ്ങി അതിലെ നോക്കിയിട്ട് കുരച്ചുകൊണ്ട് ആ ഒരു കാടിനകത്തേക്ക് തന്നെ കയറി പോകുന്നു. അതേസമയം ഇവിടെ ആണെങ്കിലോ നമ്മുടെ ഹീറോ നേരെ ഷോപ്പുള്ള ആ ഒരു സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്ന് വണ്ടി നിർത്തുമ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഹീറോയെ നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു കാട് നശിപ്പിക്കാൻ വന്നു എന്നുള്ള രീതിയിലാണല്ലോ എല്ലാവരും കാണുന്നത്. പക്ഷെ അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോ നേരെ ആ ഒരു ഷോപ്പിനകത്തേക്ക് കയറിയിട്ട് ഈ ഒരു ജനാല ശരിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങും. അപ്പൊ ആ ഒരു ഷോപ്പിന്റെ ഓണർ ആണെങ്കിൽ ഹീറോയെ കണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ആ ഒരു കാടിനകത്ത് നിങ്ങൾ നിൽക്കുന്നത് ഒരിക്കലും സേഫ് അല്ല. അത് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാടാണ്. അതുമല്ല അതിനകത്ത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് ക്രിയേച്ചറുകളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങളുടെ ജനാല തകർത്തത്. കാരണം ആ ഒരു കാട് മുഴുവനായിട്ടും ഈ ഒരു ക്രിയേച്ചറുകൾ കൊണ്ട് നിറഞ്ഞേക്കാണ്. പിന്നെ ഇരുമ്പെന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമാണ് അതിന് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് നിങ്ങൾ ജനാല മുഴുവനായിട്ടും എന്തെങ്കിലും ഇരുമ്പ് കമ്പി കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ അത്രയും സേഫ് ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇതിന് വിശ്വാസമില്ല. എന്നിരുന്നാലും അവൻ പറയും ഓക്കെ എന്തായാലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ഈ ഒരു തുണിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിങ്ങനെ വിരിച്ചിടുന്ന സമയത്താണ് പുറകിൽ ആരോ നിൽക്കുന്നു. പെട്ടെന്ന് തിരിയുമ്പോൾ അത് കോളെന്ന് പറഞ്ഞിട്ട് അവനാണ്. പെർമിഷൻ ഇല്ലാതെ വീടിനകത്തേക്ക് കാര്യം ഒന്നുള്ള കാര്യം കൂടി ആകുമ്പോഴത്തേക്ക് ഹീറോയിൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് നിങ്ങൾ ആരെ അകത്തോട്ട് കയറ്റി വിടുകയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ദേ ഇത് നോക്ക്, നിങ്ങൾ ഇതുവരെ ഇവിടെ നിന്ന് പോയില്ലേ, നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തുള്ള ആപത്ത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഞാൻ എത്ര വാണിംഗ് ചെയ്തു നോക്കി, എന്നിട്ട് നിങ്ങൾ പോകുന്നില്ല എന്നും പറഞ്ഞ് ഒരു വലിയ ബുക്ക് എടുത്ത് അവിടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാണ്. അപ്പോൾ ഹീറോയിൻ ആയാലും ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ അവരിപ്പോ വേറെ ഒന്നും പറയാതെ അതേപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പൊ ആ ഒരു ബുക്കാണെങ്കിൽ ഒരു പഴയ കാലത്തെ ബുക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ ഹീറോ ആണെങ്കിലോ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിക്കാണ് ഈ ഒരു കുഞ്ഞിന്റെ അടുത്തുള്ള ഒരു പാവ സീറ്റിനടിയിലേക്ക് വീഴുമ്പോഴത്തേക്കും അതെടുക്കാൻ വേണ്ടി സ്റ്റിയറിംഗ് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് അങ്ങനെ കുരിഞ്ഞ് അത് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറിന് മുന്നിൽ ആരോ വരുന്നത് പോലെ ഇടിച്ചില്ല എന്നും പറഞ്ഞിട്ട് ബ്രേക്ക് ചവിട്ടി അങ്ങ് നിർത്തുന്നതും അത് കോളെന്ന് പറഞ്ഞിട്ട് അവനായിരുന്നു. കാരണം ഹീറോന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. അതുപോലെ ഇവർ രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ തമ്മിൽ അങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ വിചാരിക്കും വെറുതെ എന്തിനാ ഒരു പ്രശ്നം എന്നും പറഞ്ഞ് വണ്ടി അങ്ങനെ തിരിച്ച് അവൻ നേരെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു കാടിനകത്തേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു വണ്ടിയിലെ പല കാര്യങ്ങളും വർക്കാവുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു ടേപ്പ് റെക്കോർഡർ അതെല്ലാം കേടായിട്ട് വെളിയിലേക്ക് വരുന്നു. അതേപോലെ തന്നെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അവന് കറക്റ്റ് ആയിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ച് അവസാനം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും ഒരു വിധത്തിൽ വണ്ടി അവിടെ നിന്നു. ഷടാ, കാറിന് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഹീറോ ആയാലും പെട്ടെന്ന് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ബോണറ്റ് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനുള്ളിൽ ആ ഒരു ജെല്ലി പോലത്തെ കാര്യമുണ്ടല്ലോ അതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഷടാ, മെക്കാനിക്കെല്ലാം പഠിച്ച ഫംഗസോ, ഇതിനെ കൊണ്ട് തോറ്റു, എവിടെ നോക്കിയാലും ഇതാണല്ലോ. ഓക്കെ, ഇതെങ്ങനെ ഉള്ളിൽ വന്നു എന്നുള്ള ആ ഒരു സംശയത്തില് എന്തായാലും ക്ലീൻ ചെയ്ത് കളയാന്ന് പറഞ്ഞിട്ട് കാറിന്റെ പുറകിലേക്ക് വന്ന ആ ഒരു ഭാഗം തുറന്ന് അതിനുള്ളിൽ നിന്നും ടൂൾസ് ഒക്കെ ഇങ്ങനെ വെളിയിലേക്ക് എടുക്കാണ്. ആ ഒരു സമയത്ത് ആരോ ഒരാൾ പുറകിലൂടെ വന്ന് അവനെ തള്ളി ആ ഒരു ഡിക്കിക്കകത്തേക്ക് ഇട്ട് അതും അങ്ങ് മൂടുകയും ചെയ്യുന്നു. ഹീറോ ആണെങ്കിലോ വീണ വീഴ്ചയിൽ ബോധം പോയിട്ട് ആ ഒരു ഡിക്കിക്കകത്ത് അവൻ എന്തായാലും പെട്ടുപോയി. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ കണ്ണുറക്കുന്നത്. വേറെ ഒന്നല്ല, കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടിട്ടാണ്. അതല്ല, അവൻ കാറിനകത്ത് പെട്ടുപോയത് കൊണ്ട് തന്നെ അവന് വെളിയിൽ ഇറങ്ങാനും കഴിയത്തില്ല. കുഞ്ഞാണെങ്കിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാറിന് വെളിയിൽ ആരോ വന്നിട്ട് ഈ ഒരു കാറ് അറ്റാക്ക് ചെയ്യുന്നത് പോലെ. ഇനിയിപ്പോ കുഞ്ഞ് കരയുന്നത് നിർത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഹീറോ ആണെങ്കിലോ ഒരു വിധത്തിൽ ആ ഒരു പുറകിലത്തെ സീറ്റ് ഉണ്ടല്ലോ അതെല്ലാം വലിച്ചു കീറി അതുവഴി ഉള്ളിലേക്ക് വന്ന് കുഞ്ഞിനെ അങ്ങ് എടുക്കും. എന്നിട്ട് തന്റെ കയ്യിലുള്ള ആ ഒരു ടോർച്ച് കൊടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങി മൊത്തത്തിൽ അടിച്ചു നോക്കുമ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല. പക്ഷെ കാറിൽ നോക്കുമ്പോൾ എന്തോ ഒരു ക്രേച്ചർ വന്നിട്ട് ഈ ഒരു കാർ ഡാമേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുകൂടി കണ്ട് ഹീറോ നല്ലതുപോലെ പേടിച്ചിട്ട് ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ട് നേരെ വീടിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. വീട്ടിലേക്ക് വന്ന് ആ ഒരു ടെൻഷനിൽ കുഞ്ഞിനെ ഹീറോയിന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്ക്, ഇതിനെല്ലാം കാരണം അവനാണ് എന്നും പറഞ്ഞിട്ട് അവന്റെ തോക്ക് കയ്യിലെടുക്കും. ഇത് കണ്ട ഹീറോയിനായാലും എന്ത് പറ്റി നിങ്ങൾക്ക്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ട് ജനാല വഴി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കറണ്ടും കട്ടാവുന്നു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവിക്കുന്ന അറിയത്തില്ല. അപ്പോൾ രണ്ടുപേരും എല്ലാ ജനാലും വാതിലുകളും എല്ലാം അടച്ചു വെച്ചിട്ട് നേരെ ബേസ്മെന്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് അതിനുള്ളിൽ നിന്നും എന്തോ ഒരു വെളിച്ചം കാണുന്നു. അതുമല്ല, ഒരു വല്ലാത്ത രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു വെളിച്ചമുള്ള അടുത്തേക്ക് പതിയെ നടന്നു വന്ന് ഈ വെളിച്ചം വരുന്നത് കൊണ്ട് തന്നെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവന്റെ ക്യാമറ താഴേക്കൊന്ന് വീഴുന്നു. ആ ഒരു ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ആണ് അടിച്ചത്, വേറെ ഒന്നുമല്ല. അതുപോലെ ശബ്ദം കേട്ടത് അവിടെയുള്ള ജനാലയുടെ.
അതുമല്ല അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കേടായി കിടക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നല്ല ദേഷ്യം വന്ന് സ്വയം അവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി. ഇതിനെല്ലാം കാരണം ആ ഒരു കോളമാണ്. അവൻ ഇവിടെ വന്നിട്ട് പോയതിനു ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ ഒരു ബുക്കാരാ തന്നത്, ഇതും അവനായിരിക്കും തന്നത് എന്ന് പറഞ്ഞ ആ ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഇതെല്ലാം കണ്ടിട്ട് പറയുന്നുണ്ട്, ഏയ് നിങ്ങൾ കുറച്ച് സമാധാനപ്പെട്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും നമുക്ക് ഡേഞ്ചർ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്, നമുക്ക് ഇവിടെ ഒരു നിമിഷം പോലെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവന്റെ തോക്ക് കൊടുത്ത് ഇപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അതുപോലെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കാർ ദേ അവിടെയാണ്. അവിടേക്ക് പോയി കാറിൽ കയറി രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ആ ഒരു വശത്തേക്ക് ഓടുമ്പോഴത്തേക്കും ഇവരുടെ നായനെ കാണാനില്ല. ഷെടാ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു ഷെഡ് ഉണ്ടല്ലോ, അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ നായ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു നായ വായിൽ എന്തോ ഒരു കാര്യം കടിച്ചു വെച്ചേക്കാണ്. അതുപോലെ ഹീറോ അടുത്തേക്ക് ചെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ഒരു കണ്ണ് നല്ല ചുവപ്പ് കളറും ഒരു കണ്ണ് നോർമലായിട്ടും ഉണ്ട്. ഓക്കെ അതെന്തോ ആവട്ടെ എന്ന് പറഞ്ഞ ആ ഒരു നായയുടെ കഴുത്തിൽ ബെൽറ്റ് വിട്ട് അതിനെ പിടിച്ച് ഇവർ ആ ഒരു കാറിനടുത്തേക്ക് ഓടി വരാണ്. അങ്ങനെ 3 പേരും ആ ഒരു കാറിനടുത്തേക്ക് ഓടി വന്ന് കാറിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു നായ പെട്ടെന്ന് കാർ കാണുന്നതും പെട്ടെന്ന് കുരയ്ക്കാൻ തുടങ്ങുന്നു, അതും വല്ലാത്ത രീതിയിൽ. എന്നിട്ട് ആ ഒരു റോപ്പും പൊട്ടിച്ച് കാടിനുള്ളിലേക്ക് ഓടി ഇങ്ങനെ പോകുന്നു. ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ആ ഒരു നായ കരയുന്ന ശബ്ദം എന്താണെന്ന് വെച്ചാൽ അതിനെ കൊടൂരായിട്ട് വേറെ എന്തോ കൊന്നിട്ടുണ്ട്. ഓക്കെ ഇതുകൂടി കണ്ടിട്ട് രണ്ടുപേരും പേടിച്ച് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് കാറിനകത്തേക്ക് കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ഹീറോ വന്നിട്ട് ആ ഒരു ബോണറ്റ് പൊക്കി നോക്കുമ്പോഴത്തേക്കാണ് നേരത്തെ കണ്ടല്ലോ ആ ഒരു ഫംഗസ് പിടിച്ചിരുന്നു, അതിപ്പോ ഈ ഒരു കാർ മുഴുവനായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാർ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഹീറോ ആണെങ്കിലോ ഈ ഒരു ഫംഗസിനെല്ലാം കൈകൊണ്ട് വലിച്ചു പറിച്ച് എടുത്തിങ്ങനെ കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. അപ്പോഴേക്കാണ് ഹീറോയിൻ അകത്തിരുന്നിട്ട് പുറകിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആഹാ വേറെ ഒന്നുമല്ല, ഇതുവരെയും കാണാത്ത പ്രത്യേകതരം ക്രിയേച്ചറുകള് അത് ദൂരെ നിന്നും പതിയെ പതിയെ ഈ ഒരു കാറിനടുത്തേക്ക് നടന്നിങ്ങനെ വരികയാണ്. അങ്ങനെ ഇതുകൂടി ആവുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിലോ ഈ ഒരു കാറിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വലിച്ച് പുറത്തേക്ക് എറിയുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് കാർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കാറിന്റെ വെളിച്ചത്തിൽ ഇവരുടെ മുന്നിലും ആ ഒരു ക്രിയേച്ചറുകളുണ്ട്. ഇതുകൂടി കാണുന്നതും വെളിയിൽ നിൽക്കുന്ന ഹീറോയിൻ നല്ലതുപോലെ പേടിച്ചു. അപ്പൊ ഹീറോ ആയാലും ഓടി കാറിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇതെല്ലാം എന്തോ വാരി ഇങ്ങനെ എറിയുന്നുണ്ട്. അതും ആ ഒരു ജെല്ലി പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ അതാണ് കൂടുതൽ ഇങ്ങനെ എറിയുന്നത്. അങ്ങനെ ഇവരായാലും അതെല്ലാം കണ്ട് ഒരു വിധത്തിൽ വണ്ടി നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചിട്ട് അവസാനം ഈ ഒരു റോഡ് എത്താറായി. പക്ഷെ അതിനു മുന്നെയാണ് ഇവരുടെ മുന്നിൽ ഒരു പെൺകുട്ടിയെ കാണുന്നത്, അതൊരു സോംബിയെ പോലെ ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഇവർ കാർ പിടിച്ച് പെട്ടെന്ന് തിരിക്കുന്നതും കാറിന്റെ നിയന്ത്രണം വിട്ട് അടുത്തുള്ള ഒരു കുഴിയിലേക്ക് വന്ന് ഇടിച്ചങ്ങ് നിൽക്കുന്നതും ഇവർക്ക് എന്തായാലും രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായി. അതുപോലെ ഹാലോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ക്രിയേച്ചറും ഈ ഒരു കാട്ടിലുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും നല്ല വേഗതയിൽ തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് തന്നെ പോയിട്ട് ഡോറെല്ലാം നല്ലതുപോലെ അടച്ച് ഈ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞതെല്ലാം സത്യമായിരിക്കും, നമ്മൾ അതിനെ നേരിട്ട് കാണുകയും കൂടി ചെയ്തു, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, രാവിലെ വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ഇവർ അകത്ത് തന്നെ നിൽക്കാണ്. എന്നിട്ട് ആ ഒരു ഡോറിന്റെ കീ ഇടുന്ന ഹോൾ ഉണ്ടല്ലോ അതുവഴി വെളിയിലേക്ക് നോക്കുന്നു എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യം അവന്റെ കണ്ണിലേക്ക് വന്ന് കുത്തുന്നതും വേദന കാരണം കണ്ണങ്ങനെ പിടിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു ഹോളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് നേരത്തെ കണ്ട ആ ഒരു ജെല്ലി ഉണ്ടല്ലോ അതാണ് ഉള്ളിലേക്ക് വീഴുന്നത്. അങ്ങനെ ടോർച്ച് അടിച്ച് ഇവർ അവിടെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടോർച്ച് കൊണ്ടുവന്ന് കതക് പതിയെ തുറന്ന് വെളിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വെളിയിൽ ആ ഒരു ക്രിയേച്ചർ നിൽക്കുന്നു. അതും ഒരു വല്ലാത്ത രീതിയിൽ ഇത് കണ്ട് ഹീറോ പേടിക്കുമ്പോൾ ഈ ഒരു ടോർച്ച് അടിക്കുന്നത് കണ്ടിട്ട് അതും ഒരു വല്ലാണ്ടാവുന്നുണ്ട്. കാരണം അതിന്റെ മുഖം എല്ലാം വല്ലതുപോലെ മാറുന്നുണ്ട്. അപ്പൊ ഇത് കാരണം തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ഈ ഒരു ടോർച്ച് ലൈറ്റ് ഒരിക്കലും അതിന് ശരിയാവത്തില്ല എന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനോട് പറയും, ശരി നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കണം, ഞാൻ അടുത്ത് പോയിട്ട് ആ ഒരു ഷെഡിലുള്ള ജനറേറ്റർ ഓൺ ആക്കിയിട്ട് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കും, ഇതേയുള്ള ഏക മാർഗമെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിന് നേരെ ആ ഒരു മേൽക്കൂരയിലേക്ക് കൊണ്ടിരുത്തും. അത് കഴിഞ്ഞിട്ട് ഹീറോ തന്റെ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്നിട്ട് പതി ആ ഒരു ജനറേറ്റർ റൂം ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു റൂമിൽ നിൽക്കുമ്പോഴത്തേക്കും അവളുടെ ചുറ്റും ഇതുപോലെ ആ ഒരു ജെല്ലികൾ വരുന്നത് പോലെ അതുപോലെ താഴെയുള്ള ആ ഒരു ഡോറും എന്തോ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ആ ഒരു ബേബി മോണിറ്റർ ഉണ്ട് അതിലൂടെ ഹീറോയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ റേഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേസമയം നമ്മുടെ ഹീറോയ്ക്ക് പറ്റിയ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോ ഹീറോയ്ക്ക് പോലും അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ആ ഒരു ഫംഗസ് പോലെയുള്ള കാര്യം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ ശരീരം പോലും അവനിപ്പോ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ എന്തായാലും ഈ ഒരു ജനറേറ്റർ ഓൺ ആക്കണം എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ചിട്ട് ഹീറോ കഷ്ടപ്പെട്ട് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഹീറോയിന്റെ അടുത്ത് ആ ഒരു തടിയും തകർത്ത ഒരു കൈ ഉള്ളിലേക്ക് വരുന്നു. എന്നിട്ട് അത് ഹീറോയിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഹീറോയിന്റെ കണ്ണിലേക്ക് കുത്താൻ വേണ്ടി. അങ്ങനെയാണെങ്കിലേ അവളെയും അതിന് കൺട്രോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹീറോയിൻ എത്ര ശ്രമിച്ചിട്ടും അതിനെ തടയാൻ കഴിയുന്നില്ല. അതുപോലെ ഈ ഒരു റൂം മുഴുവനായിട്ടും ഈ ഒരു ക്രിയേച്ചർ വരാറായി. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ആ ഒരു ക്രിയേച്ചർ അവന്റെ ഉള്ളിൽ പോയല്ലോ. ഇപ്പൊ അതിനോട് ഫൈറ്റ് ചെയ്ത് സ്വയം അവൻ ആ ഒരു കൺട്രോൾ സ്വയം ഏറ്റെടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ ഹീറോയിന്റെ അടുത്ത് ആ ഒരു ക്രിയേച്ചറിന്റെ കൈ അങ്ങനെ അടുത്തേക്ക് വന്ന് അവളുടെ കണ്ണിലേക്ക് കുത്താനായിട്ട് വരുന്നതും പെട്ടെന്ന് ജനറേറ്റർ ഓൺ ആയിട്ട് ഈ ഒരു വീട്ടിലെ പവർ അങ്ങ് തിരിച്ചു വരുന്നു.
അപ്പൊ ഈ ഒരു വെളിച്ചവും ഇരുമ്പും ഈ ഒരു ക്രീച്ചറിന് എന്തായാലും ശരിയാവത്തില്ല. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ ആയാലും ഇപ്പോൾ അവിടെ നിന്ന് മാറി തന്റെ കുഞ്ഞിനടുത്തേക്ക് ചെല്ലുന്നതും ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ അടുത്തുള്ള ഒരു ഇരുമ്പിലേക്ക് കരിയിനെ തൊടും. അപ്പോഴേക്കും അവന്റെ കൈ പെട്ടെന്ന് കരിയുന്നു. എന്താണെന്ന് വെച്ചാല് അവൻ ആ ഒരു ക്രീച്ചർ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അവനും ഇരുമ്പിൽ തൊടാൻ കഴിയാത്തത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയുടെ ശരീരത്തിന്റെ പകുതി ഭാഗം മാത്രമേ അത് കൺട്രോളിൽ എടുത്തിട്ടുള്ളൂ. ഇനിയും പകുതി ഭാഗം കൂടി എടുക്കാനുണ്ട്. അങ്ങനെ ഹീറോ പെട്ടെന്ന് കണ്ണാടിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ ഒരു കണ്ണ് മുഴുവനായിട്ടും ആ ഒരു ക്രീച്ചർ എടുത്തതുപോലെ. അപ്പൊ ഇതുകൂടി ആവുന്നത് ഹീറോയ്ക്ക് അത്രയും വിഷമം. കാരണം തന്റെ കുഞ്ഞ്, ഭാര്യ, ഇവരെ രണ്ടുപേരും ഇനി ആര് നോക്കും എന്നുള്ള ആ ഒരു വിഷമത്തിൽ തന്റെ കണ്ണും കെട്ടി വെച്ചിട്ട് അവൻ നേരെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത്, ദേ ഈ ഒരു ജനറേറ്റർ എത്ര നേരം നമ്മളെ സംരക്ഷിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കണം. അതുകൊണ്ട് ഈ ഒരു ജനാല മുഴുവനും നമുക്ക് കമ്പി വെച്ചടിക്കാം എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ആ ഒരു കാര്യം ചെയ്യണം. പക്ഷെ നമ്മുടെ ഹീറോ ഒരിക്കലും കമ്പിയിൽ തൊടുന്നില്ല. അവനെ അത് കൺട്രോൾ ചെയ്തതുകൊണ്ട് അവനത് ചെയ്യാൻ കഴിയത്തില്ല. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ നോട്ട് ചെയ്യും. അങ്ങനെ ഇവര് ജനാല അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ക്രീച്ചർ വന്ന് ഹീറോയിൻ അങ്ങനെ ഒരു നോട്ട് കൊണ്ട് എന്റെ മോനെ പേടിച്ചു പോവും. എന്നിരുന്നാലും ഇതിന് ഉള്ളിലേക്ക് വരാൻ കഴിയത്തത് കൊണ്ട് തന്നെ ഹീറോയിൻ ആ ഒരു ടോർച്ച് അടിച്ചടിക്കുമ്പോൾ അവന്റെ ദേഹം മുഴുവൻ പൊള്ളുന്നത് പോലെ അത് അവിടെ നിന്ന് ഓടിയങ്ങ് പോകുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് തന്റെ കുഞ്ഞിനെ അങ്ങനെ എടുത്തിട്ട് അവിടെയുള്ള ഒരു അലമാരയുണ്ട്, അതിനകത്തേക്ക് വെച്ച് അടയ്ക്കും. എന്നിട്ട് പറയും, കുഞ്ഞെന്തായാലും വെളിയിലുണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ക്രീച്ചർ കുഞ്ഞിനെ എടുത്തോണ്ട് പോകും. ഇപ്പൊ അവന് സേഫ് ആയിട്ട് ഇതിനകത്ത് മാത്രമേ ഇരിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയിന് വേറെ ഒന്നും പറയാൻ കഴിയത്തില്ല. ഇപ്പൊ ഹീറോ പറയുന്നത് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് കോളോ എന്ന് പറഞ്ഞ അവൻ കൊണ്ടുവച്ച ഒരു ബുക്ക് ഉണ്ടല്ലോ, അത് ഇപ്പോഴാണ് ഇവർ രണ്ടുപേരും എടുത്ത് വായിക്കുന്നത്. വായിക്കുമ്പോഴത്തേക്കും ഈ ഒരു ജന്തുവിനെ പറ്റി അതിൽ എഴുതിയിട്ടുണ്ട്. അതെന്തോ ശപിക്കപ്പെട്ടാണ് ഈ ഒരു കാടിനുള്ളിൽ വന്നതെന്നും അതേപോലെ തന്നെ അതിന് വെളിച്ചവും ഇരുമ്പും ഒരിക്കലും ശരിയാവത്തില്ല, അത് കുഞ്ഞുങ്ങളെയാണ് പ്രധാനമായിട്ടും തട്ടിക്കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് പാടുപെടേണ്ടി വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിന് കുഞ്ഞിനെ കാണണമെന്നുള്ള ആഗ്രഹം. പക്ഷേ ഹീറോയോടും നല്ല സംശയമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവനോട് പറയാതെ പതിയെ ആ ഒരു കബോർഡ് തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു കബോർഡിന്റെ മേൽഭാഗം തുറന്ന് ആ ഒരു ക്രീച്ചർ ഉള്ളിലേക്ക് വന്ന് കുഞ്ഞിനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് കണ്ട ഹീറോയിൻ ഹീറോയെ വിളിച്ച് പറയുമ്പോൾ രണ്ടുപേരും വന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് ആ ഒരു മേൽക്കൂരയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഓടി മുകളിലേക്ക് ചെന്നിട്ട് ഒരു കോടാലയും കയ്യിൽ വെച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ക്രീച്ചർ അത് മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. അതിന്റെ കയ്യിൽ കുഞ്ഞുകൊണ്ട്. ഓക്കെ, അതിനെ അറ്റാക്ക് ചെയ്ത് കുഞ്ഞിനെ എടുക്കാന്നും പറഞ്ഞ് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ മുകളിലത്തെ ഒരു ഹോള് വഴി വേറൊരു ക്രീച്ചർ വന്നിട്ട് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹീറോ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അതുപോലെ ആ ഒരു ഹോളിലൂടെ തന്നെ കുഞ്ഞിനെ കൊണ്ട് ആ ഒരു ക്രീച്ചർ കാടിനുള്ളിലേക്ക് പോവുകയും ചെയ്യാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഹീറോയിനും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹീറോയെ വന്ന് വിളിച്ചു നോക്കുന്നുണ്ട്, അവ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ജനാല വഴി കുഞ്ഞിനെ എവിടേക്കാണ് കൊണ്ടുപോയത് എന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാടിനകത്തേക്ക് കുഞ്ഞു പോകുന്ന ആ ഒരു കരച്ചിൽ കേൾക്കാം. കാരണം അവളുടെ കയ്യിൽ ബേബി മോണിറ്റർ ഉണ്ട്, കുഞ്ഞിന്റെ കയ്യിലും അത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട് ഹീറോയിനായാലും ആ ഒരു കാടിനുള്ളിലേക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടി കയറുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു പുഴ കാണുന്നത്. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കുഞ്ഞ് ആ ഒരു വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നു. ഇത് കണ്ട ഹീറോയിനായാലും എന്റെ കുഞ്ഞെന്നും പറഞ്ഞ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി നീന്തി ചെന്ന് ആ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് അതിനെ കൊണ്ട് തിരിച്ചു വരുമ്പോഴായാലും ചുറ്റിനും ആ ഒരു ജന്തുക്കളുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ കുഞ്ഞിനെ കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോ ആയാലും എഴുന്നേറ്റ് ഏയ് കുഞ്ഞെവിടെയെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലാണ് ഞാൻ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്, എന്തായാലും കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റട്ടെ എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇല്ല ഞാനും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങി അവൻ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, ഇല്ല ഇതെന്റെ കുഞ്ഞല്ല, ഇത് വേറെ എന്തോ ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു കുഞ്ഞിനെ താഴേക്ക് കിടത്തി ഒരാണി എടുത്ത് അതിന്റെ തലയിലേക്ക് അടിക്കാൻ വരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ ശരീരത്ത് ആ ഒരു ജന്തു ഉണ്ടല്ലോ, അത് അവനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം തോന്നുന്നത്. അപ്പൊ ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ എന്തായാലും തളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചെന്ന് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത് അവൻ ഇടിച്ചങ്ങ് കളഞ്ഞിട്ട് ഇതിപ്പോ തന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടേണ്ട അവസ്ഥയായി. ഹീറോയിനായാലും പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു ഷെഡിനകത്തേക്ക് കയറിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഡോർ അടച്ച് നിൽക്കുമ്പോഴത്തേക്കും ഹീറോ പുറകെ വന്ന് പറയുന്നുണ്ട്, നീ ഒരിക്കലും അത് വിശ്വസിക്കരുത്, അത് നമ്മുടെ കുഞ്ഞല്ല, അത് വേറെ എന്തോ ആണ്. കാരണം ആ ഒരു ഫംഗസ് അത് ഒന്നിലേക്ക് കയറി കഴിഞ്ഞാൽ അത് മറ്റൊന്നിനെ പോലെ രൂപം മാറും. അതുപോലെ നമ്മുടെ കുഞ്ഞിനെ പോലെയും വേറെ എന്തിനെ ഉണ്ടാക്കി വെച്ചേക്കാണ്, അത് ആ ഒരു ഫംഗസ് ആണ്. ഇതെല്ലാം പറയുമ്പോൾ ഹീറോയിൻ അത് വിശ്വസിക്കത്തില്ല. അപ്പോൾ ഹീറോ ആയാലും ആ ഒരു ഡോറെല്ലാം ഇടിച്ച് തുറന്ന് അകത്തേക്ക് വന്നിട്ട് അവളുടെ അടുത്തേക്ക് വരാനായിട്ട് വരുമ്പോഴത്തേക്കും അവൾ അവിടുത്തെ ലൈറ്റ് എല്ലാം ഓണാക്കി അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇരുമ്പ് കമ്പിയെല്ലാം അടുത്തേക്ക് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ ആണെങ്കിലോ ഇപ്പോൾ പതിയെ പതിയെ പൂർണ്ണമായിട്ടും ആ ഒരു ക്രിയേച്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴെ വീണ ഹീറോ എന്തോ പോലെ ഇങ്ങനെ പിടയ്ക്കാൻ തുടങ്ങുന്നു. ആ ഒരു സമയത്ത് അവന്റെ ശരീരത്തിൽ നിന്നും ഈ ഒരു വേരുകൾ പോലെ എന്തൊക്കെയോ വെളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോഴും ഹീറോ പറയുന്നുണ്ട്, പ്ലീസ് അത് നമ്മുടെ കുഞ്ഞല്ല, നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞ് അവളുടെ കാല് പിടിക്കാനായിട്ടെല്ലാം വരുന്നുണ്ടെങ്കിലും ഹീറോയിൻ അവനെ തള്ളിക്കളഞ്ഞ് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഹീറോയിൻ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു 90% ആ ഒരു ക്രിയേച്ചർ അവനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴായാലും ഹീറോ പതിയെ എഴുന്നേറ്റ് ആ ഒരു ലൈറ്റ് എല്ലാം അണച്ചിട്ട് ഇപ്പൊ അവിടെ വലിയൊരു വാളുണ്ട്, അതിൽ തീയിട്ട്
എന്റെ കുഞ്ഞെവിടെയാണെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ കാടിനുള്ളിലേക്ക് നടന്നു പോവാണ്. വേറെ എവിടെയല്ല, ആ കാടിനുള്ളിൽ പകുതി പണി കഴിഞ്ഞ ഒരു വീടുണ്ടല്ലോ, അതിനുള്ളിലായിരിക്കും എന്തായാലും ആ ഒരു കുഞ്ഞുണ്ടാവുക എന്നും പറഞ്ഞ് നേരെ ആ ഒരു വീടിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു നായുണ്ടല്ലോ അതിനെ അവിടെ കൊടൂരായിട്ട് കൊന്നുവെച്ചേക്കുന്നു. അതുമല്ല അവിടെ പലയിടങ്ങളിലായിട്ടും ഈ ഒരു ക്രിയേച്ചറുകൾ ഒരുപാടുണ്ട്. ഇവൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഹീറോ പൂർണ്ണമായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനും തിരിച്ചതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുമല്ല ഈ ഒരു ക്രിയേച്ചർ അവന്റെ ശരീരത്തിലുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു സ്ട്രെങ്തും ഹീറോയ്ക്കുണ്ട്. അത് വെച്ച് ഓരോന്നിനെ അറ്റാക്ക് ചെയ്ത് ഉള്ളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോയിനാണെങ്കിലോ കുഞ്ഞിനെ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ദൂരം ഓടി ഓടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു വീട് കാണുന്നത്. എന്തായാലും സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കാമെന്നും പറഞ്ഞിട്ട് ഓടി ഓടി ആ ഒരു വീടിനടുത്തേക്ക് ചെന്ന് ഡോർ തട്ടുമ്പോഴത്തേക്ക് തുറക്കുന്നത് വേറെ ആരുമല്ല, കോളമെന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തൻ. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു തോക്കും വെച്ച്, ഓ നീയാണല്ലേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാടിനകത്ത് ഹാലോ എന്ന് പറഞ്ഞ ആ ഒരു ജീവികളുണ്ട്. അതുകൊണ്ട് പ്ലീസ് രാവിലെ ആവുന്നത് വരെ എനിക്ക് സഹായം തന്നാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോൾ കോളം പറയും, ഇല്ല, നിന്നെ അന്വേഷിച്ച് അത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കും അത് ആപത്തായിരിക്കും, എൻ്റെ കുടുംബത്തിനും അത് അപകടമാണ്. ഞാൻ അപ്പോഴേ പറയുമ്പോഴത്തേക്ക് നീയൊക്കെ കേൾക്കണമായിരുന്നു. ഇനി എന്തായാലും എനിക്ക് സഹായിക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് അവളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഒരു വിധത്തിൽ സത്യം തന്നെയാണ്. പാവം എത്ര തവണയാണ് വന്ന് പറഞ്ഞത്, അപ്പോഴൊന്നും കേട്ടില്ല. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ ആണെങ്കിലോ ഇവിടെ ആ ഒരു വീടിനകത്തേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ചെറിയ പെൺകുട്ടി അങ്ങനെ തിരിയുന്നതും. ആ ഒരു പെൺകുട്ടി വേറെ ആരുമല്ല, കോളം എന്ന് പറഞ്ഞ അയാളുടെ മകളുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയാണ്. അവളും പൂർണ്ണമായിട്ടും ഈ ക്രീച്ചറായിട്ട് മാറിയിട്ടുണ്ട്. അതുമല്ല അവളുടെ കയ്യിലാണ് നമ്മുടെ ഹീറോയുടെ യഥാർത്ഥ കുഞ്ഞുള്ളത്. അങ്ങനെ ഹീറോയെ കാണുന്നതും അത് പെട്ടെന്ന് അലറി വിളിക്കാൻ തുടങ്ങുന്നതും ഹീറോ തിരിച്ച് അതിനെ നോക്കി ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ ആ ഒരു കാടിന്റെ സെന്ററിലേക്ക് വന്നിട്ട് ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവളുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്രിയേച്ചറുകൾ ചുറ്റിനും നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ വെച്ച് അതിന്റെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ടാണ് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുന്നത്. കാരണം ഈ ഒരു ക്യാമറയുടെ ആ ഒരു വെളിച്ചത്തിൽ ഈ ഒരു ക്രിയേച്ചറുകൾ പേടിച്ചു പോകും. ഓരോ തവണ അടിക്കുമ്പോഴത്തേക്കും ക്യാമറ ഫ്ലാഷ് ഓൺ ആയിട്ട് ആ ഒരു രീതിയിൽ ഈ മരത്തിന് മുകളിൽ നിന്നെല്ലാം അത് താഴേക്ക് ചാടി വരുന്നുണ്ട്. ഹീറോയിനായാലും പേടിച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ക്യാമറയുടെ ബാറ്ററി തീരാറായി. അതോടെ ഹീറോയിന്റെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൾ പേടിച്ച് പുറകിലേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് നേരെ താഴേക്ക് ഒന്ന് വീഴുന്നു. അപ്പോൾ തന്നെ അവൾ വിചാരിക്കുന്നുണ്ട്, എന്തായാലും എൻ്റെ കഥ കഴിഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു കുഞ്ഞിനെ വെച്ച് അവളങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവളെ ചുറ്റി വളഞ്ഞ ആ ഒരു ക്രീച്ചറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ശബ്ദം. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ. കാരണം വേറെ ഒന്നുമല്ല, ഹീറോ ഇപ്പോഴും പൂർണ്ണമായിട്ടും അതിന്റെ കൺട്രോളിലായിട്ടില്ല. അവൻ എങ്ങനെയോ ആ ഒരു ക്രീച്ചറിനോട് പോരാടിയിട്ട് അവളുടെ അടുത്തേക്ക് വന്ന്, അതെ ഇതാണ് നമ്മുടെ യഥാർത്ഥ കുഞ്ഞ്, ഇതിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് പോയിക്കോ എന്നും പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ താഴെ വെക്കുന്നു. ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നിട്ട് ഇവിടേക്ക് വരുന്ന ആ ഒരു ക്രീച്ചറുകളെല്ലാം ഹീറോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, പ്ലീസ് ഞാൻ പറയുന്നത് പോലെ തന്നെ ഈ ഒരു കുഞ്ഞിനെടുത്തിട്ട് പോകാൻ പറയുമ്പോൾ ഹീറോയിനായാലും ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം രണ്ട് കുഞ്ഞുങ്ങൾ ഒരേപോലെ ഇരിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, ആ ഒരു ഫംഗസ് ഒരു സെല്ലിൽ നിന്നും അതേപോലെ തന്നെ മറ്റൊരു സെല്ലും ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞിനെയും അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, നമ്മുടെ യഥാർത്ഥ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോ എന്നും പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു കുട്ടി പെണ്ണുണ്ടല്ലോ ഇതുപോലെ ആ ഒരു ക്രീച്ചറായിട്ട് മാറിയ അവൾ ഇവിടേക്ക് ചാടി വരുന്നതും അതിന്റെ തല വെട്ടി ഹീറോ കൊല്ലുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയുടെ പുറകിലൂടെ മറ്റൊരു ക്രീച്ചർ വന്ന് അവനെ കുത്തിയും കൊല്ലുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയും വിചാരിക്കും ഹീറോ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞിനെ എടുത്ത് താഴേക്ക് വെച്ച് അവൻ വെച്ച ആ ഒരു കുഞ്ഞുണ്ടല്ലോ അതിനെ എടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ ഹീറോ ആയാലും മരിക്കുന്നതിന് മുന്നേ തന്നെ തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കാണ് ഇപ്പോൾ രാവിലെയായി. സൂര്യപ്രകാശം പതിയെ ഇവിടേക്ക് അടിക്കുന്നതും ആ ഒരു ക്രിയേച്ചറുകൾ അവിടെ നിന്ന് പോകുന്നു. അതുപോലെ ഹീറോയിൻ അവിടെ വെച്ച ആ ഒരു കുഞ്ഞുണ്ടല്ലോ അതെന്തായാലും യഥാർത്ഥ കുഞ്ഞല്ല, ആ ഒരു ജന്തു തന്നെയാണ്. കാരണം വെളിച്ചടിക്കും തോറും അതും പതിയെ കരിഞ്ഞില്ലാണ്ടാവുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ തന്റെ യഥാർത്ഥ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്നുള്ള ആ ഒരു സന്തോഷത്തില് ഇപ്പൊ മരിക്കുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിലോ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് ഇപ്പൊ ആ ഒരു കുഞ്ഞിനെ നോക്കുമ്പോഴത്തേക്കും അവൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വെയിൽ തട്ടുമ്പോഴത്തേക്കും കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവൾക്കും അത്രയും സന്തോഷമായി. അങ്ങനെ അതോടെ ഈ ഒരു മൂവി അവസാനിക്കുമ്പോഴത്തേക്കും ഒരു സീനും കൂടിയുണ്ട്. നമ്മുടെ ഹീറോ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മരങ്ങളുണ്ടല്ലോ, വെട്ടാനായിട്ട് മാർക്ക് ചെയ്ത ആ ഒരു മരങ്ങളെല്ലാം ഇപ്പോൾ ഗവൺമെന്റ് വന്ന് വെട്ടുന്നുണ്ട്. അങ്ങനെ വെട്ടിയിട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു മരത്തിലും ഈ ഒരു ജെല്ലി പോലെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിനി സിറ്റിയിലേക്ക് പോകാൻ പോവാണ് എന്നും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കേണ്ട, പകരം ഒരു ലൈക്ക് മാത്രം ഇട്ട് തന്നാൽ മതി. അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.